പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാതയാമത്തിൽ ഒരു വേദവാക്യം വായിച്ച് ചില ചിന്തകൾ പങ്കിടുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം 29-ാമത്തെ വാക്യം. വിശ്വാസത്താൽ അവൻ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അത് മിസ്രൈമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. വിശ്വാസമുള്ളവർക്കായി തുറക്കപ്പെടുന്ന വഴി അവിശ്വാസികൾക്ക് ഉപയോഗിക്കുവാൻ സാധ്യമല്ല. വിശ്വാസത്താൽ ഇസ്രായേൽ മക്കൾ ഉണങ്ങിയ നിലത്തുകൂടെ എന്ന പോലെ ചെങ്കടൽ കടന്നു എങ്കിലും അതേ പാതയിലൂടെ കടന്നു പോകുവാൻ പരിശ്രമിച്ച മിസ്രൈമ്യർക്ക് അത് നാശകാരണമായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഇസ്രായേൽ മക്കൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നതിനാലാണ് അവർക്ക് ചെങ്കടലിൽ കടക്കുവാൻ കഴിഞ്ഞത് എന്നാണ് ഇത് വെളിപ്പെടുത്തുന്നത്. മിസ്രൈമ്യർ സമുദ്രത്തിലൂടെ മുമ്പോട്ട് പോകുന്തോറും അവരുടെ വഴി വളരെ ആഴമുള്ളതായി അവർക്ക് തോന്നിയിരിക്കും. കൂടാതെ ഇരുവശത്തും വലിയ മതിൽ പോലെ നിന്ന സമുദ്രത്തിലെ വെള്ളം ഏത് നിമിഷവും മടങ്ങി വരാം എന്ന ചിന്ത അവരെ ഭയപ്പെടുത്തിയിരിക്കാം. ഒരുപക്ഷെ അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തിമിംഗലങ്ങൾ, ചീങ്കണ്ണികൾ തുടങ്ങിയ പലവിധ ജീവികളെ അവർ കണ്ടിരിക്കാം എന്ന ഭയവും അവരെ കീഴ്പ്പെടുത്തിയിരിക്കാം. അവ വെള്ളത്തിൽ നിന്ന് ചാടി വന്ന് അവരെ ആക്രമിച്ചേക്കാം എന്ന ഭയവും അവരെ കീഴ്പ്പെടുത്തിയിരിക്കാം. ഈ സന്ദർഭത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് മടങ്ങിപ്പോകണമെന്ന ചിന്തയും ഉണ്ടാകാം. ഫറവോനും സൈന്യവും ഇസ്രായേൽ മക്കളെ പിന്തുടർന്ന് ചെങ്കടലിലെത്തിയപ്പോൾ പെട്ടെന്ന് വെള്ളം തിരിച്ചു വന്നതിനാൽ ചേറും ചെളിയുമായ വെള്ളത്തിൽ അവരുടെ രഥങ്ങൾ കുടുങ്ങിപ്പോയത് അവർക്ക് കാണുവാൻ കഴിഞ്ഞു. അങ്ങനെയായിരുന്നിട്ടും നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല എന്ന് യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണുന്ന ആ വാഗ്ദത്തത്തിൽ ഇസ്രായേൽ മക്കൾക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ കരുതുവാൻ. വിശ്വാസത്താൽ നടക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഉണങ്ങിയ നിലം. പ്രകൃത്യാതീതനായവനിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് പ്രകൃതി നിയമം പ്രകൃത്യാതീതമാകുന്നത്. ഏലിയാവിന് വേണ്ടി മാത്രമാണ് കാക്കകൾ അവയുടെ ജന്മ സ്വഭാവത്തെ മാറ്റിയത്. അവിശ്വാസികളുടെ മുൻപിൽ സമുദ്രത്തിലെ വെള്ളം പ്രകൃതി നിയമപ്രകാരം നിഷ്പ്രയാസം മടങ്ങി വന്നു. പ്രിയ ദൈവ പൈതലേ, ദൈവം യോശുവയുടെ വിശ്വാസത്തെ മാനിച്ച് സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയവയുടെ പ്രകൃതി നിയമത്തെ മാറ്റി അവയെ ആകാശത്തിൽ ഒരു ദിവസം മുഴുവനും നിർത്തിയതുപോലെ നീയും വിശ്വാസത്താൽ നടന്നാൽ നിനക്കു വേണ്ടിയും പ്രകൃതി നിയമത്തെപ്പോലും മാറ്റുവാൻ അവൻ കാത്തിരിക്കുന്നു. വിശ്വസിക്കാമോ? ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം. കർത്താവേ, അവിടുന്ന് നിയമങ്ങളെ മാറ്റിയെഴുതുന്ന ദൈവമാണ്. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഈ പ്രഭാതയാമത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകൾക്കായി സ്തോത്രം കർത്താവേ. ഈ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഇസ്രായേൽ മക്കൾ കടന്നുപോയ ഉണങ്ങിയ നിലം അവിശ്വാസികളായ ഫറവോനും സൈന്യവും അത് ജീവൻ നഷ്ടപ്പെടുവാനിടയായി. ഞങ്ങൾ അവിടുന്ന് എത്ര നല്ലവൻ കർത്താവേ. അവിടുന്ന് കരുതുന്ന ദൈവമാണ്, വിടുവിക്കുന്ന ദൈവമാണ്, അവിടുന്ന് പരിപാലിക്കുന്ന ദൈവമാണ്. കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ദുഷ്ടനിൽ നിന്ന് വിടുവിച്ച് ഞങ്ങളെ കാക്കണമേ. ദുഷ്ടമനുഷ്യരിൽ നിന്ന് വിടുവിച്ച് കാക്കണമേ. ആപത്തനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ച് കാക്കണമേ. അവിടുത്തെ കൃപയിൽ ശരണപ്പെടുന്നു. അവിടുത്തെ കരങ്ങളിൽ താങ്ങി നടത്തണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.